അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് ടി വികൾ നിങ്ങളുടെ വീട്ടിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടാവും. അപ്പോൾ കളയാൻ വരട്ടെ, ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കളഞ്ഞാൽ മതി അല്ലേ. സുഹൃത്തുക്കൾ, നമ്മളെ വീട്ടിൽ ഉപേക്ഷിച്ച ടി വികളാണ് കേട്ടത്. അതായത് ഇത് നമ്മുടെ വീട്ടിലാണ്, ഇത് ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിക്കാനൊരു കാരണമുണ്ട്. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലെ ഒരു ടി വിയാണ്. ഇത് ഉപേക്ഷിക്കാൻ കാരണമൊന്നുമല്ല, ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്, ഒരു 5 വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് വാങ്ങിക്കുമ്പോൾ ഇതൊരു 35,000 രൂപയായിരുന്നു. പിന്നീട് അത് റെഡിയാക്കാൻ കൊണ്ടുപോയപ്പോൾ 20,000 രൂപ ഉണ്ടെങ്കിലാണ് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 35,000 രൂപയുടെ സാധനം 20,000 രൂപയ്ക്ക് റെഡിയാക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല, കാരണം പിന്നെ ഒരു വേറെ ടി വി വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് അറിഞ്ഞത്, ഞാനിന്നൊരു കണ്ണൂരിലേക്കുള്ള ട്രിപ്പാണ്. ഇത് നേരാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകല്ല, മറ്റൊരു വീഡിയോ എടുക്കേണ്ട ഭാഗമായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതവിടെ കൊണ്ടുപോയി നോക്കാൻ പോവാണ്. അതായത് 20,000 രൂപയ്ക്ക് റെഡിയാക്കേണ്ട ആ ഒരു ടി വി വളരെ നിസ്സാരമായ ആ ഒരു എമൗണ്ട് റെഡിയാക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു. കുറേ നേരമൊന്നും വേണ്ട, അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കിയാണ്ട് കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. നമസ്കാരം. പേരെന്ന് പറയാം? സനേഷ്. ഇവിടെ നമ്മൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ 100 കണക്കിന് ടി വികളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇതേമാതിരി റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളതാണ്. ആണ്. ഇത് അത്യാവശ്യം പഴക്കം തോന്നുന്നു ടി വി ഉണ്ടല്ലേ? ഇത് പഴയ മോഡലാണ്, 9 വർഷത്തോളാണ്. ഈ ചേട്ടൻ്റെ ഉണ്ട്. ഈ ചേട്ടൻ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇത് ശരിക്കും ഉപേക്ഷിച്ചായിരുന്നോ? ഉപേക്ഷിച്ചതാണ്. ചേട്ടൻ വീടവിടെ? മണക്കടവ്. എത്ര കിലോമീറ്റർ ഇവിടുന്ന്? 75 കിലോമീറ്റർ ഉണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ വന്നിട്ട് എത്ര നേരമായി? വന്നിട്ട് അരമണിക്കൂറാവുന്നു. പരിപാടി കഴിഞ്ഞ് പോവാണ്, റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പോരണ ഉണ്ടായിരുന്നു 43. ഇനി അതും കൊണ്ടുവരാൻ ചുരുക്കം പറഞ്ഞപ്പോ സ്ക്രാപ്പേരിക്ക് ടി വി കിട്ടില്ലേ? ഇല്ലേത്. അപ്പൊ അതെങ്ങനെ റെഡിയാക്കണെന്നുള്ളത് ഇവിടെ കാണാം. നമുക്ക് നമ്മൾ ടി വി അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കണില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കിയ കേസാണ്. അതുപോലെ തന്നെ ഈ ഒരു ടി വി, ഇതിന്റെ പകുതി സ്ക്രീനൊക്കെ വരുന്നു. അപ്പൊ ഇത് പകുതി സ്ക്രീൻ വരുമ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്ക്രീൻ പോയിട്ടില്ലേ? ഡിസ്പ്ലേ പോയിട്ടില്ലേ? ഡിസ്പ്ലേ പോയതാണ്, പക്ഷേ നമുക്ക് സെയിം ഡിസ്പ്ലേ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കംപ്ലൈന്റ് ആണ്. ആണല്ലേ? ഇതും റെഡിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. മറ്റു ഷോപ്പ് എന്താ മറ്റുള്ള ഷോപ്പിൽ പറ്റില്ല എന്ന് പറഞ്ഞത്? മറ്റുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാല് എല്ലാ കമ്പനിക്കാരും റീപ്ലേസിംഗ് ഓപ്ഷനേ ഉള്ളൂ. അതിന്റെ അകത്ത് മെഷീന്റെ അകത്ത് വെച്ചിട്ട് റിപ്പയർ ചെയ്തെടുക്കുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാണാം. ബാക്കിൽ നോക്കിയാൽ ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അതായത് ഇത് എല്ലായിടത്തും ഈ ഒരു മെഷീൻ ഇല്ല എന്നുള്ളതാണ് അല്ല. ഇതില് നമുക്ക് അത്രയും ചെറിയ, അതായത് നമ്മൾ കൈകൊണ്ട് വഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള, അതായത് ഇത് സ്ക്രീനിന്റെ ഉള്ളിലുള്ള സർക്യൂട്ടാണ് ഇത് ലേസർ മെഷീൻ ഉപയോഗിച്ച്. അതായത് ഇതിപ്പോ നമുക്കൊരു ടി വി മേടിക്കുന്ന റേറ്റ് ഒക്കെ വരാച്ച് നമുക്ക് വേണ്ടട്ടാ? ഇല്ല. അതാണ് അറിയേണ്ടത്. അവർ ആദ്യം ഒരാൾ ഇവിടെ വരുമ്പോ ഇത് എന്ത് റേറ്റ് ആണ് നമുക്ക് ശരിയാക്കി തരാൻ പറ്റും നിങ്ങൾ പറയും അല്ലെ? എന്നിട്ട് പറ്റിയെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. അതിന് ചാർജ് ഉണ്ടോ? ഇല്ല, അത് ഫ്രീ ആണ്. അതെ അല്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു ടിവിയുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അരമണിക്കൂറിന്റെ ഉള്ളിൽ തരുന്ന പറഞ്ഞ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ അല്ലേ? ഓക്കെ, ഡിസ്പ്ലേ ഊരാണ്. അപ്പോൾ ഇതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഊരിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഒരു ടി വി ഇതാ ബാക്കിലും റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടോ, അപ്പോൾ നേരെ ഇതിലേക്ക് വെച്ചു. ഇതാണ് ടിവിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേന്റെ ഗ്ലാസിന്റെ ഇന്റേണലി കുറെ സർക്യൂട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നേരെ കണ്ണിനെ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. ഗ്ലാസിന്റെ ഉള്ളിലാണ് ആ സർക്യൂട്ട് വരുന്നത്. ആ ഉള്ളിലുള്ള സർക്യൂട്ടിലുള്ള കംപ്ലൈന്റ് ആണ് നമ്മൾ ലേസർ മെഷീൻ ഉപയോഗിച്ചിട്ട് റിപ്പയർ ചെയ്തെടുക്കുന്നത്. അതാണോ ഈ കാണുന്ന സ്ക്രീനിൽ? അതെ, സ്ക്രീനിൽ കാണുന്നത്. അത് ശരി. അപ്പൊ അതിലൊരെണ്ണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇത് മദർ ബോർഡ് ചെക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓക്കെ. അതിലേക്ക് കൊടുത്തു, അതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ ഭാഗങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴും ഡിസ്പ്ലേ ഇങ്ങനെ കൂടി വരുന്നത്. വീണ്ടും വന്നു, ഡിസ്പ്ലേ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. എവിടേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നു അല്ലേ? റെഡി ആയി. അപ്പോൾ നമ്മുടെ ടി വിയുടെ ആ ഒരു സ്ക്രീൻ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ? അതായത് ഒരു 20 മിനിറ്റോളം ഇരുന്നിട്ടുണ്ടാവും. സംഭവം അതാ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ തീർന്നിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അരമണിക്കൂർ ആകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് ടി വി വന്നാലും ഇവിടെ ശരിക്കും തന്നു പോകേണ്ട ആവശ്യമില്ല, തന്ന് വാങ്ങിച്ചോളെ പരിപാടി ഇല്ല. അപ്പോഴൊക്കെ തന്നെ പരിപാടി കഴിച്ചു പോവാ. അതായത് പിറ്റേ ദിവസം വാങ്ങുന്നുള്ള പരിപാടി ഇല്ല. ഓക്കെ. ശരിക്കും ഇപ്പോൾ നമ്മൾ അത് റെഡി ആയി കഴിഞ്ഞു. അതിന് ശരിക്കും എത്ര രൂപ നമുക്ക് അതിൻ്റെ ഒരു റിപ്പയർ ചാർജ് എന്ന് പറയുന്നത്? അത് ഏകദേശം ഒരു 6,500 രൂപ. 6,500 എന്ന ഇതിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഇതിന് വാറണ്ടി കൊടുത്തൂടെ? അതെ. എത്ര മാസം വാറണ്ടി കൊടുക്കാൻ പറ്റും? 3 മന്താണ് സർവീസ് വാറണ്ടി കൊടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആ ഒരു ടി വി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ടി വി എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് മനസ്സിലാക്കിയതാ. ആ ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോ ആദ്യം ഈ ഒരു മെഷീന്റെ മുകളിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ അല്ലെ? അപ്പൊ രണ്ടാമത്തത് മറ്റൊരു മെഷീന്റെ മുകളിലാണ്. ഇപ്പൊ ഇതിന്റെ മുകളിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ടിവിക്ക് എന്താണ് കംപ്ലൈന്റ്? ഇതിന്റെ അകത്തുള്ള കംപ്ലൈന്റ് ഈ കോഫ് ഐസിയുടെ കംപ്ലൈന്റ് ആണ്. അതായത് ഈ ഒരു സംഭവം ഓക്കെ, അതാണ് ഒരു ഭാഗം മാത്രം വർക്ക് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് അതെ, ഇത് മാത്രമാണ്. അതെ, അത് റീപ്ലേസ് ചെയ്താൽ നോർമൽ കണ്ടീഷനിൽ തന്നെ പിക്ചർ വരും. ഒരു ഇതുള്ള പാർട്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കില്ല? പാർട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓ ഓ ഓ ഓ ഇതൊക്കെ ഇതുപോലെ തന്നെ പല ഓരോ മോഡൽ ടിവിന്റെ ഏകദേശം ഒരു 10-400 ഡിഫറെന്റ് ടൈപ്പ് കോഫ് ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം ഓരോ ടിവിയുടെ ഇതിന്റെ അകത്ത് വരുന്ന. അത് ശരി. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 100 കണക്കിന് ടിവികളുടെ ഡിസ്പ്ലേകൾ ഇങ്ങനെ കാണാം അല്ലേ? അതായത് ഇതൊക്കെ ഓരോ ടിവിയുടെ പുതിയ പാനലുകളാണ്. ഉള്ളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇപ്പൊ അലൈൻമെന്റ് കറക്റ്റ് ചെയ്തിട്ട് വെക്കുന്നതാണ്. അതായത് നമ്മള് ഇങ്ങോട്ട് നോക്കി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലേ? അത്രയും ആ ചെറിയ ആ ഒരു ഭാഗങ്ങളിലൂടെയാണ് അത് എന്താ പറയാ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ശരിക്കും ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ് അല്ലേ? ബോണ്ടിങ് തീർന്നിട്ടുണ്ട്. ബോണ്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ നമ്മളിതാ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും സെറ്റ് ചെയ്യാൻ പോവാണ്. ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ് അല്ലേ? റെഡി ആയോ ഇല്ലയെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. അതെ അതെ. ഓക്കെ, അപ്പൊ ഉപേക്ഷിച്ച ടി വി എന്തായി സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഓ സെറ്റ് ആയിട്ടുണ്ടോ? സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ടി വിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുന്നേ ഈ ഒരു ടി വി ഒക്കെ ഈ കമ്പനിയൊക്കെ നിർത്തിപ്പോയതാണ് ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ശരിയാവാണ്ട് അതിൽ റെഡി ആക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ടി വി അതുപോലെ തന്നെ രണ്ടാമത്തെ ടി വി രണ്ടും ഇതാ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മള് 40 ഇഞ്ചിന്റെ ഒരു ടിവിയുടെ റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയും ഇതിന്റെ ഒരു വർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് 6500 രൂപ. അപ്പൊ ഈ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എല്ലാം ഒരേ റേറ്റ് ആയിരിക്കും. അതായത് നമ്മൾ ലേസർ വർക്കാണല്ലോ ചെയ്തത്. അപ്പൊ അങ്ങനല്ലല്ലോ, നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എത്രയെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ എന്നാലും 32 ഇഞ്ചിന്റെ 3000 മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 65 ഇഞ്ച് വരെയാണെങ്കിൽ ഏകദേശം ഒരു 3000 to 15,000 വരെ വരുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ ടി വി റെഡി ആയിട്ടുണ്ട് അല്ലേ? ചേട്ടന്റെ പേരെന്ന് പറയാ? ആനന്ദ്. ചേച്ചിയുടെ പേര്? പ്രിയ. അപ്പോ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവർ വന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടാവും അല്ലേ? സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് മുന്നേ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ശരിയായിട്ടില്ല. ഇല്ല. ഞാൻ എന്നോട് രഹസ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് കാണുന്നതോടും പറയാം എന്താണെന്നറിയോ, പലവരും ഇതുപോലെ കുറേ ടി വികൾ വീട്ടിലിങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവും. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം 50,000-60,000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ടി വികൾ ചിലപ്പോൾ ഒരു വർഷം വാറണ്ടി കഴിയുമ്പോൾ തീരും. പിന്നെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോഴാവും ഇതിന് 15,000, 20,000, 30,000 ഒക്കെ വരിക ഇത് റിപ്പയർ ചെയ്യാനെന്ന് പറയാം. ഇത് ശരിക്കും വേറെ കൂടെ കൊണ്ടുപോയി സത്യം പറയട്ടോ, എത്ര രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ? ഇപ്പൊ ഇത് എത്ര രൂപ റേറ്റ് ആക്കി കൊടുത്തിരുന്നത്? 5,500 ആണ് വാറന്റിയോട് കൂടിയിട്ട്. അപ്പൊ ശരിക്കും ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര് മുണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷോപ്പിന്റെ പേര് കൊടുത്തത് വോളക്സ് ടെക്നോളജീസ്. അപ്പൊ ശരിക്കും പറയാനുള്ള ഇത്രേ ഉള്ളൂ. ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലെയൊക്കെ ഉപേക്ഷിക്കാൻ വെച്ച ഒരു ടി വികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കും. ഞാൻ ആദ്യം ചെയ്യുന്നതാണെങ്കിൽ ഇവർക്ക് ഒരു 10 സെക്കൻഡ് അതേമാതിരി തന്നെ എല്ലാവരും പറയുന്നത് ഒരു 10 സെക്കൻഡ് വീഡിയോ എടുത്ത് അയച്ചിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതേമാതിരി തന്നെയാണോ എല്ലാവരും? മോഡൽ നമ്പറും അതിന്റെ ഒരു 10 സെക്കൻഡ് കംപ്ലൈന്റിന്റെ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അത് ഇന്ന കംപ്ലൈന്റ് ആണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്, ഏകദേശം ഇത്ര കോസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. എന്നിട്ട് വന്നാൽ മതി അല്ലേ? കാരണം അത്രയും ലോകം എന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആളുകളൊക്കെ ടിവികൾ ഉപേക്ഷിച്ച ടിവികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ, ഇതുപോലെ റെഡി ആക്കിയിട്ടാണ് കൊണ്ടുപോകാം അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.